ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിൽ നമ്മൾ ഏറെ അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ റൂഹ നമ്മളെ സ്വന്തമാക്കട്ടെ എന്ന്. ആർക്കാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ ദൈവം ആർക്കാണ് പരിശുദ്ധ റൂഹായെ നൽകുന്നത്? പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണയാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക്, ഏറ്റവും തീക്ഷ്ണമായിട്ട് ഈശോയുടെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ്, ഒരു റിവാർഡാണ്. നമ്മുടെ വിശുദ്ധമായ ജീവിതം കണ്ടിട്ട് അത് നൽകുന്ന ഒരു സമ്മാനമാണ് പരിശുദ്ധ റൂഹ എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അത് വളരെ അപകടം പിടിച്ചൊരു തെറ്റിദ്ധാരണയാണ്. പരിശുദ്ധ റൂഹ ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. അത് എല്ലാവർക്കും ദൈവം സൗജന്യമായി നൽകുന്ന ഒരു ദാനമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ എൻ്റെ വിശുദ്ധ ജീവിതത്തിന് ദൈവം നൽകുന്ന റിവാർഡല്ല പരിശുദ്ധ റൂഹ, അല്ലെ റൂഹാദ് കുദിശ നമ്മൾ എന്ന് തിരിച്ചറിയണം. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ആ നാളുകളിൽ ഇങ്ങനെ സംഭവിക്കും: എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന് ജോയേൽ പ്രവാചകനിലൂടെ വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ഇതേ വചനം പത്രോസ് ശ്ലീഹ പെന്തക്കോസ്താ തിരുനാളിൽ വീണ്ടും കോട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ദൈവം സൗജന്യമായി എല്ലാവർക്കും നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ റൂഹായെ സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ: പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിന്റെ ദാസനാവുക, ദാസിയാവുക. എനിക്ക് ദൈവത്തിന്റെ സഹായം കൂടാതെ വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കില്ല എന്ന് ദൈവത്തോട് ഏറ്റുപറയുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് നൽകുന്ന ഒരു റിവാർഡല്ല, സമ്മാനമല്ല, മറിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ, ഈശോയുടെ കൽപ്പനകൾ പാലിക്കാൻ, കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് വചനം അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്ന സഹായകമാണ്, അല്ലെങ്കിൽ സമ്മാനമാണ് പരിശുദ്ധ റൂഹ. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. ദൈവം നൽകുന്ന ഈ സൗജന്യ ദാനം സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ഒരുക്കത്തോടുകൂടി ഏറ്റവും വിശുദ്ധമായിട്ട് നമ്മുടെ ജീവിതം ജീവിക്കാൻ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.